Welcome to Either Kuttukaran. Thank you. So റിയാസിന്റെ ഏതർ എക്സ്പീരിയൻസ് ആൻഡ് ഏതർ ഓണർഷിപ്പ് ഇത്രയും 2.5 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഏതർ എക്സ്പീരിയൻസ്. സോ അതിനെപ്പറ്റി കൂടുതൽ വിവരം അറിയാൻ വേണ്ടി വി ആർ ഓൾ എക്സൈറ്റഡ്. സോ എന്തുകൊണ്ട് ഏതർ ആൻഡ് എന്തുകൊണ്ട് EV ചൂസ് ചെയ്തു എന്നുള്ളതൊന്ന് ബ്രീഫ് ചെയ്യാം. നോർമലി ഞാനൊരു പെട്രോൾ വെഹിക്കിളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് വേണം. ഒരുപാട് പെട്രോൾ എക്സ്പെൻസ് ഉണ്ടായി. അപ്പോൾ അന്നൊക്കെ ഒരു റിലീഫ് ഉണ്ടാവുമെന്ന് കരുതിയാണ് EV ചൂസ് ചെയ്യാൻ മെയിൻ കാരണം. ഞാൻ ഈതർ തന്നെയാണ് എടുത്തത്. ഈതർ 450X 3.1 വെർഷനാണ് എടുത്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എടുത്തിട്ട് ഒരു 2.5 വർഷം കഴിഞ്ഞു. ഞാനൊരു ടോട്ടൽ കവർ ചെയ്തത് 1,23,000 കിലോമീറ്റർ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. എനിക്ക് ആപ്പിൽ അവർ കാണിക്കുന്നത് 3 lakh സംതിങ് രൂപയുടെ പെട്രോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആപ്പിൽ അവർ ഡാറ്റ കാണിക്കുന്നത്. റിയാസിന്റെ ഏതർ എക്സ്പീരിയൻസ് ഇൻ കുട്ടൂക്കാർ, അതായത് ബുക്കിംഗ് മുതൽ ഡെലിവറി പീരീഡ് വരെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഷോറൂമിലൊന്നും തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. വണ്ടി ഈതർ 450X ബുക്ക് ചെയ്തത്. ഒരു 2 month വെയിറ്റിംഗ് പീരീഡ് ആ ടൈം പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഈ വണ്ടി അതിന് മുന്നേ തന്നെ കിട്ടി. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിനായിട്ട്. എനിക്കത് നേരത്തെ തന്നെ വണ്ടി കിട്ടി. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വണ്ടി നല്ല ഇഷ്ടമായി. അതിൽ വാർക്ക് മോഡും കാര്യങ്ങളും. പൊതുവേ ഞാൻ ഇലക്ട്രിക് വണ്ടിയെക്കുറിച്ചൊരു എനിക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഭയങ്കര സ്ലോ ആയിരിക്കും, രണ്ടുപേരിരുന്നാൽ പോകത്തില്ല. പക്ഷെ ആ ചിന്തയൊക്കെ എനിക്ക് വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ എനിക്ക് മാറി കിട്ടി. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വണ്ടി തന്നെ ചൂസ് ചെയ്തതും സെലക്ട് ചെയ്തതും. റിയാസ്, മാർക്കറ്റിൽ കുറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. യെസ്. എന്തുകൊണ്ട് റിയാസ് ഏതർ മാത്രമായിട്ട് ചൂസ് ചെയ്തു? ഒബിയസ്ലി ഒരു വണ്ടി ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു വേറെ ഇത് എന്തായാലും ഒരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ വേറെ ഏതൊക്കെ കമ്പാരിസൺ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ ഞാനും ഒരുപാട് ബ്രാൻഡുകളെ ഞാൻ വിസിറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് ഷോറൂമിൽ പോയി ഞാൻ ആ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്നും എയ്തറിനുള്ളൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ആസ് എ ഫോട്ടോഗ്രാഫർ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്, അതായത് സിറ്റി ലിമിറ്റ്സിലും സിറ്റിക്ക് പുറത്തും. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി കുറച്ചധികം ദൂരം പോകണം, അല്ലെങ്കിൽ ചാർജ് എക്സോസ്റ്റ് ആയ വീണ്ടും റീഫിൽ ചെയ്ത് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ എയ്തർ തന്നെ ചൂസ് ചെയ്യുകയായിരുന്നു. 1,23,000 എന്നുള്ള കിലോമീറ്റർ അച്ചീവ് ചെയ്തു. എങ്ങനെയാണ് റിയാസിന് ഏതർ റെക്കഗ്നൈസ് ചെയ്തെന്നുള്ള കാര്യം റിയാസ് നേരത്തെ ലൈക്ക് ഇൻറ്റിമേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ബ്രീഫ് ചെയ്യാം. എയ്തർ തന്നെയാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. ആദ്യം എനിക്കൊരു കോൾ വന്നു, എനിക്ക് ഒരു കാറ്റഗറി അൺലോക്ക് ആയിട്ടുണ്ട്, അപ്പോൾ അവാർഡുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. ഞാനത് ഒരു ഫേക്ക് കോളാണെന്നാണ് ആദ്യം കരുതിയത്. ശേഷം ഒരു 1 week 2 week കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, ഒഫീഷ്യൽ മെയിൽ വന്നു ഈതറിൻ്റെ. ഈതർ അൺലോക്ക്ഡിൽ എനിക്കൊരു അവാർഡുണ്ട്, അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ടു ബാംഗ്ലൂർ അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ സ്റ്റേ എല്ലാം അവർ നോക്കും. അങ്ങനെ ഞാൻ ഇവന്റിലോട്ട് പോയി. വലിയൊരു ഇവൻ്റ് ആയിരുന്നു. അവിടെ നമ്മുടെ പുതിയ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചും കാര്യങ്ങളും, നമ്മളെ വിളിച്ച് അവാർഡ് തരിക അങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു വലിയൊരു റെക്കഗ്നിഷൻ തന്നെയാണ് അന്ന് കിട്ടിയത്. അങ്ങനെ ഈതറിൻ്റെ ഇവൻറ്റിൽ സ്റ്റേജിൽ വിളിക്കുകയും നമ്മുടെ ഫുൾ സ്റ്റാറ്റ്സും കാര്യങ്ങളെല്ലാം അവിടെ സ്ക്രീനിൽ കാണിക്കുകയും, പിന്നെ അന്ന് ലോഞ്ച് ചെയ്ത ഹാലോ എന്ന് പറയുന്ന ഹെൽമെറ്റ് അന്ന് തന്നെ അവർ തരികയും ചെയ്തു കയ്യിൽ. നല്ലൊരു ഹെൽമെറ്റാണ് അത്, ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പല ഫീച്ചേഴ്സ് ഉണ്ട്, കിടിലം ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഹാലോ ഹെൽമെറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഹാലോ ഹെൽമെറ്റ് റിയാസിന് എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ലൈക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് റിയാസിന് ഇഷ്ടപ്പെട്ടത്? ഹാലോ ഹെൽമെറ്റ് സാധാ ഹെൽമെറ്റ് പോലെയല്ല, അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, വെക്കുമ്പോഴും കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ട്രാഫിക് റൈഡിലൂടെ പോകുമ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോകാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. സെയിം ടൈം ഹാസിൽ ഫ്രീ റൈഡിങ്, പിന്നെ ചിറ്റ് ചാറ്റ് ഫീച്ചർ അതും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇത്ര വർഷത്തെ ഒരു ഓണർഷിപ്പിനകത്ത് സർവീസിനെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്താൽ കൊള്ളായിരുന്നു. അങ്ങനെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് 4 സർവീസ് സെൻ്റർ ഉണ്ടെന്ന് എൻ്റെ അറിവ്. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. പ്ലാമൂടുള്ള നമ്മുടെ ട്രിവാൻഡ്രത്തെ ടോപ്പ് സർവീസ് സെൻ്റർ ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു സൂരജ് ബ്രോ ഉണ്ട്, പുള്ളിക്കാരനെ കാര്യങ്ങളെല്ലാം ടേക്ക് ഓവർ ചെയ്യുന്നത്, എൻ്റെ വണ്ടി ഫുള്ള് ചെയ്യുന്നത് പുള്ളിക്കാരനുള്ളപ്പോഴാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പുള്ളി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ വണ്ടി ആ രീതിക്കെല്ലാം സെറ്റ് ചെയ്ത് തരാറ്. അപ്പോൾ പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ സർവീസ് ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ ട്രിവാൻഡ്രത്തിലെ സർവീസ് അടിപൊളിയാണ്. റിയാസിൻ്റെ ഒരു 2.5 വർഷം ഏതറുമായിട്ടുള്ളൊരു ജേർണി. സോ 1,23,000 കിലോമീറ്റർ എക്സ്പീരിയൻസ്. സോ അതിനകത്ത് ബാറ്ററി എങ്ങനെ റിയാസിനെ സപ്പോർട്ട് ചെയ്തു, ആൻഡ് ഏത് മോഡാണ് റിയാസ് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് റിയാസിന് തോന്നിയിട്ടുള്ളത്? സോ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. ഏതർ റൈഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് വാർക്ക് മോഡാണ്.
അതായത് വാർക്ക് മോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പില്ലിയൻ റൈഡർ ഉണ്ടെങ്കിലും സ്മൂത്തായിട്ട് കയറ്റമൊക്കെ കയറിപ്പോകും. അതുകൊണ്ട് ഞാൻ വാർക്ക് മോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പൊതുവെ ആൾക്കാർ പറയുന്നുണ്ട് വാർക്ക് മോഡ് യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആവത്തില്ല, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് 1,23,000 വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇതുവരെ എൻ്റെ ബാറ്ററി ഞാൻ സർവീസ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ ബാറ്ററി ഹെൽത്ത് നോർമലാണ്. ഇതുവരെ എനിക്ക് ബാറ്ററിയിൽ വേറൊരു ഇഷ്യൂ വന്നിട്ടില്ല. വാർപ്പിൽ വണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് 450X. അതുമാത്രമല്ല സേഫ്റ്റി ഫീച്ചേഴ്സും അധികമുണ്ട്. സോ വണ്ടി സേഫാണ്. ഓൾസോ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി. റിയാസിന് പെട്രോൾ ടു ഇ വിയിലോട്ട് ചേഞ്ച് ആയപ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഫീൽ ചെയ്തിട്ടുണ്ടോ? പെട്രോൾ വണ്ടി ഞാൻ യൂസ് ചെയ്യുമ്പോൾ മന്ത്ലി ഓൾമോസ്റ്റ് 12,000 അടുപ്പിച്ച് ഞാൻ പെട്രോൾ അതിൽ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇ വി എടുത്തതിന് ശേഷം ആ ഒരു ചിലവ് എനിക്കില്ല. ചെറിയൊരു കറണ്ട് ബില്ലേ ആവുന്നുള്ളൂ. ഇപ്പോൾ ടോട്ടൽ ഒരു ഡേറ്റ എനിക്ക് ഇതർ കാണിച്ചിരുന്നുണ്ട് ആപ്പിൽ. അത് കാണിച്ചിരുന്നത് പറഞ്ഞാൽ 1.23 ലാക്ക് ആയപ്പോൾ 1,23,000 ആയപ്പോൾ തന്നെ ഒരു ഓൾമോസ്റ്റ് 3 ലാക്ക് സേവ് ചെയ്യുന്ന അവർ കാണിക്കുന്നത്. ഈ 450 സീരീസിനെ അല്ലെങ്കിൽ 450Xനെ ഒരു 3 വേർഡിൽ ഡിഫൈൻ ചെയ്യാം. കംഫർട്ട്, പെർഫോമൻസ് ആൻഡ് സേവിങ്സ്.